ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഡൊമിനോറിൻ്റെ സർവീസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡൊമിനോറിൻ്റെ ഹാൻഡിൽ റീപ്ലേസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ചെറുതായിട്ടൊരു ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹാൻഡിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്യൂക്സണൽ ബ്രോയുടെ നെക്സ്റ്റ് ഗിയർ എന്ന് പറയുന്ന ഓട്ടോമോട്ടീവ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് എടുക്കാനുള്ള കാരണം, ഞാനിത് നമ്മുടെ ഷോറൂമിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹാൻഡിൽ ബെൻഡാണെന്ന് അവർ പറഞ്ഞ ടൈമിൽ ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കൂടുതലായി. അപ്പം അത് ഓർഡർ ചെയ്തപ്പം അവർ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു, സാധനം ഇല്ല, സാധനം അവർക്ക് വരുന്നില്ല, ബില്ലിങ്ങിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് സാധനം ഇല്ല, ഹാൻഡിൽ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ സാധനം വേറെ ഓർഡർ ചെയ്തിട്ട് വന്നാൽ നിങ്ങൾ മാറ്റിത്തരുന്ന പക്ഷേ ഓരോന്നും ഉറപ്പായിട്ട് അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ സാധനം ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ എൻക്വയറി ചെയ്തപ്പോൾ സാധനം ഉണ്ടായിരുന്നത് ഡൊമിനോർ 400-ൻ്റെതാണ്. 250 400-ഉം ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതായത് ചെറിയൊരു മാറ്റം, ഈ കറക്റ്റ് വെച്ച് നോക്കി അറിയാൻ പറ്റും, ഇത് കുറച്ചുകൂടി വൈഡാണ് കേട്ടോ. അതായത് നമ്മുടെ 400-ൻ്റെ ഹാൻഡിലാണ് ഇത് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഹാൻഡിൽ കുറച്ചുകൂടി വൈഡാണ്. ബജാജിൻ്റെ ജെനുവിൻ പാർട്സ് തന്നെയാണ് കേട്ടോ. അവർ ഷോറൂമിൽ അവർ പ്രത്യേകിച്ച് പറഞ്ഞു, ബജാജിൻ്റെ പാർട്സ് ആണെങ്കിൽ മാത്രമേ അവർ മാറത്തരുള്ളൂ എന്ന് കേട്ടോ. ബജാജിൻ്റെ ജെനുവിൻ പാർട്സാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മാറുന്ന സ്ഥിതിക്ക് നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പ് ഏകദേശം തീരുമാനമായി കേട്ടോ. കാരണം ഇത് RCBയുടെ ലോക്കൽ സാധനമാണ്. ഇത് കണ്ടോ, ഇത് RCBയുടെ ഒറിജിനൽ ഹാൻഡിൽ ഗ്രിപ്പാണ് കേട്ടോ. അതായത് RCBയുടെ OG ഹാൻഡിൽ ഗ്രിപ്പാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത്. റൈസിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ അതേ സെയിം ബ്രാൻഡ് ഇറക്കുന്ന ഒറിജിനൽ സാധനം കേട്ടോ. ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഷോപ്പുകളിലുണ്ട് കേട്ടോ. ഇത്രയും വരുന്ന ഒരു സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഒരു ഫുൾ കവറായിട്ട് വരുന്ന ഒരു സാധനം ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ മാറുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് റെഡ് തന്നെയാണ്. റെഡ് ആകുമ്പോൾ നമ്മളെ വണ്ടിക്ക് മാച്ച് ചെയ്യുന്ന കളറിലായതുകൊണ്ടാണ് ഞാൻ ഇത് റെഡ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുകൂടി നമ്മൾ മാറി വണ്ടി ഒന്ന് പവറാക്കി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിത് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിൽ നിന്നാണ്. നമ്മുടെ കൈമനത്തുള്ള പൈനിയർ ബജാജിൽ നിന്നാണ് ഞാനിത് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. നമ്മുടെ സർവീസൊക്കെ ചെയ്യുന്ന അതേ ഷോറൂമിൽ തന്നെയാണ്. ഞാനിത് ഷോറൂമിൽ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിയിൽ ചേഞ്ച് ചെയ്യുന്ന, അതായത് മാറുന്ന ചെറിയ സാധനങ്ങൾ പോലും എപ്പോഴും സർവീസ് വേണം കേട്ടോ. അതായത് ഒരു ഹിസ്റ്ററി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെറിയൊരു വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ബജാജിന് നേരിട്ടോ മെയിൽ ചെയ്താൽ നമുക്കൊരു കംപ്ലീറ്റ് അവരൊരു റെസ്പോണ്ട് തരത്തുള്ളൂ. അല്ലെങ്കിൽ അവർ അത് മാറി ഇത് മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകും കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാനിത് മാറുന്നത്. ഗ്രിപ്പ് ഏതിട്ടാലും ഒരു കുഴപ്പമില്ല. ഗ്രിപ്പ് ബജാജിൻ്റെ ഗ്രിപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന് അവരൊരുത്തും പറഞ്ഞിട്ടില്ല. ഗ്രിപ്പ് RCB ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ ഷോറൂമിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ഞാൻ ഷോറൂമിൽ പോയി പറഞ്ഞു കേട്ടോ, ഞാൻ ഇന്ന് വണ്ടി കൊണ്ടുവരും, എനിക്കിത് മാറി തരണം. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹാൻഡിൽ ട്രിവാൻഡ്രത്ത് ഏതൊരു ഹബ്ബിൽ എത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തുതരാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ സാധനം വേറെ ഓർഡർ ചെയ്തു, അപ്പം ഇന്ന് കൊണ്ടുവരാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അവർ പറഞ്ഞ പക്ഷേ 300-നകത്തേക്ക് ലേബർ ആവുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കൊരു 300 രൂപയ്ക്ക് ലേബർ ആയാലും കുഴപ്പമില്ല, നമുക്ക് മാറാം. ഇത് ആക്ച്വലി നമുക്ക് മാറാവുന്നുള്ളൂ, അതായത് എനിക്ക് മാറാവുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മാറിയതാണ്. ഇതെനിക്ക് മാറാവുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷോറൂമിൽ നിന്ന് മാറുന്നതിന് കാരണം ഒരു ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ്. അതായത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. നമ്മുടെ ഷോറൂമിൽ നിന്ന് മാറിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങൾ ഡിസ്പ്ലേ കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി പവർ ആകട്ടെ. ഡൊമിനോർ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എന്തായാലും ഗ്രിപ്പ് എടുത്ത് ബാഗിൻ്റെ അകത്തിടാം. ബാക്കി ഹാൻഡിൽ നമുക്ക് ഫ്രണ്ടിൽ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൻ്റെ കരയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു കുളമാണ്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സ്കൂട്ടാവാം. ഇത് ഇങ്ങനെയാണ് ഞാൻ വെച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് വന്നതിന് കാരണം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അതിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വിടാം. അപ്പോൾ എന്തായാലും ഞാൻ റോഡിലോട്ട് എത്തിയിട്ട് വരാം കേട്ടോ. ശേഷം നമ്മളങ്ങനെ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഷോറൂമിൽ പോകാൻ കേട്ടോ. രാവിലെയാണ്, ഞാൻ ക്ലാസ്സിന് പോകുന്ന മുന്നേ നമുക്ക് ഷോറൂമിൽ പോയി ഹാൻഡിൽ മാറിയിട്ട് പോകണം കേട്ടോ. അതാണ് ടാർഗറ്റ്. അപ്പം ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. കാരണം അന്ന് നമ്മുടെ സർവീസ് വീഡിയോ എടുക്കാൻ സമയത്ത് അവർ നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ വീഡിയോ കണ്ടവർക്കറിയാം, പറ്റൂല എന്നവർ കംപ്ലീറ്റ് ആയിട്ട് പറയായിരുന്നു കേട്ടോ. നമ്മളടുത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല, അവർക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല എന്നവർ പറയുകയായിരുന്നു. പക്ഷേ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. മാറിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മാറാൻ അവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല വീഡിയോ എടുക്കാൻ. എന്തായാലും നമുക്ക് ശ്രമിക്കാം.
മാറാൻ വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പം ഇത് ഹാൻഡിൽ മാറുമ്പോൾ അറിയാമോ നമുക്ക് ഹോൾഡർ ബെഞ്ച് ഉണ്ടോ എന്ന്. ഹോൾഡർ ബെഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹോൾഡറും കൂടെ മാറേണ്ടി വരും കേട്ടോ. ഈ ഹാൻഡിലിൻ്റെ വില എനിക്ക് ഏകദേശം 1050 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു. സോ നമുക്ക് എന്തായാലും നേരെ ഇനി ഷോറൂം എത്തിയിട്ട് കാണാം. കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഷോറൂം എത്തിയിട്ട് അവിടെ അവർ നമ്മൾ ഒരു പുറത്തുനിന്നൊരു എക്സസൈസ് കൊണ്ടുകൊടുത്ത് അവർ മാറിത്തരുമോ, അവരുടെ ബിഹേവിങ് എന്താണ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച സമയം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മാറിത്തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചത് ബജാജിൻ്റെ പാർട്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് സാധനം എടുക്കാണ്ട് നമ്മൾ വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവർ മാറിത്തരുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും, അവരുടെ ബിഹേവിങ് എങ്ങനെയാണ്, അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവർക്ക് ചെറിയ കോസ്റ്റും അവർക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലാഭമാണ്. അവിടെ ഒരു സ്പെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സ്പെയർ എടുത്ത് അവിടെ കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട് ലാഭമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് അവർ വയ്ക്കാൻ അവർക്ക് പറ്റത്തില്ല, കാരണം അവർക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ കമ്പനിയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസോ മോഡിഫിക്കേഷൻസോ ഒന്നും അവരവിടെ ചെയ്യത്തില്ല. ഇതുപോലുള്ള ഹാൻഡിൽ മാറുക, ഹാൻഡിൽ റീപ്ലേസിങ്, അതൊക്കെ അവരവിടെ ചെയ്യും കേട്ടോ. നമുക്ക് എന്തായാലും ഷോറൂം എത്തിയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഷോറൂം എത്തിയിട്ട് കാണാം കേട്ടോ. കേസ് നമ്മളങ്ങനെ ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവർ എൻട്രൻസ് കുറച്ചുകൂടെ സെറ്റാക്കണമായിരുന്നു. ഇല്ല ഹാൻഡിൽ മാറ ഹാൻഡിൽ ഓ ഞാനകത്ത് പറയാം. ഹാൻഡിൽ മാറ അല്ല ഇപ്പം കിട്ടുമല്ലോ, വെയിറ്റ് ചെയ്യാം. അല്ല ഹാൻഡിൽ കൊണ്ടുവന്നു. ഓ വണ്ടി കൊണ്ട് പോവേണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ തന്നെ വർക്ക് തുടങ്ങും. നമ്മുടെ RCB കഴിഞ്ഞിരിക്കുകയാണ്. ഇതിവിടെ നിന്ന് മാറാം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് അവർ മാറിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിവിടെ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്താണ് ചെയ്യുന്നത് കേട്ടോ. ആ ചേട്ടൻ ഇപ്പം ജസ്റ്റ് ഒന്ന് കാപ്പി പിടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ആ ചേട്ടൻ വന്നിട്ട് നമ്മൾ വർക്ക് തുടങ്ങും കേട്ടോ. നമ്മൾ വണ്ടി വർക്ക് ചെയ്യാനായിട്ട് കയറ്റിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഇതൊന്ന് ഊരി നോക്കിയതാണ്. എന്തായാലും നമുക്ക് ഗ്രിപ്പ് മാറണമല്ലോ. ഇനി ആദ്യം ചെയ്യാൻ പോകണം ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ശരി ഗൈസ്, അപ്പോഴിതാ എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 236 രൂപയാണ് നമുക്ക് ബിൽ എമൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ വണ്ടി എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ, പഴയ ഹാൻഡിൽ ഇവിടെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴി ഞാൻ ബൈക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇത് കണ്ട ഗ്രിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു കോണൽ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എക്സൈറ്റ്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാൻഡിൽ ശരിയാക്കി ഓട്ടിക്കുകയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഒരു എക്സൈറ്റ്മെൻറ്റ്. പുതിയ ഹാൻഡിലിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ പുതിയ ഹാൻഡിൽ വെച്ച് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കേസ് കൊള്ളാം കേട്ടോ. ആ ഒരു ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ എങ്ങോട്ടുണ്ടാ, കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കൊള്ളാം, ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ് പിന്നെ ഇവിടുത്തെ സർവീസിങ് ഒക്കെ പക്കയാണ് കേട്ടോ. എനിക്ക് സർവീസിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അവരെല്ലാം പക്കയായിട്ട് തന്നെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അവരുടെ പെരുമാറ്റം ഓക്കെയാണ്. RCBയുടെ ഗ്രിപ്പ് ഇട്ട് തരാൻ പറഞ്ഞ് അവർ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വണ്ടിയുടെ വാറൻറ്റിക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു RCB ഗ്രിപ്പ് അല്ലെങ്കിൽ RCB എന്നല്ല, ഏതൊരു ബ്രാൻഡിൻ്റെ ഗ്രിപ്പായാലും ഹാൻഡിൽ ഗ്രിപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാറൻറ്റിയെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഹാൻഡിലൊക്കെ ആണെങ്കിൽ വണ്ടി വാറൻറ്റിയുടെ അത് ഇഷ്യൂ ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബില്ല് എമൗണ്ട് 236 രൂപയാണ് കേട്ടോ. ബില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വലത്തെ സൈഡ് ഇൻഡിക്കേറ്റർ, ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് മാറണം. ഇപ്പോൾ അവിടെ സാധനം ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ DBയിൽ കിടക്കുന്ന സാധനം, ഐ മീൻ ഇവിടെ നമ്മുടെ കണ്ണൈറ്റ് മുക്കുള്ള ബജാജിൻ്റെ സർവീസ് യൂണിറ്റിലാണ് ഇപ്പോൾ സാധനം കിടക്കണം കേട്ടോ. അപ്പം അതിവിടെ വരണ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ 2 ദിവസത്തിനകം എപ്പോഴെങ്കിലും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഡിക്കേറ്ററിൻ്റെ വില എല്ലാവർക്കും അറിയില്ല, 575 രൂപയാണ് ഒരു LED ഇൻഡിക്കേറ്ററിൻ്റെ വില കേട്ടോ, ഒരു പേരല്ല ഒരെണ്ണത്തിൻ്റെ വില. സോ നമുക്ക് എവിടെയെങ്കിലും ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, നമ്മളെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ മാറി നമ്മളിതാ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബൈപ്പാസിൻ്റെ താഴെയാണ്, അതായത് നമ്മളെ ചാക്കയിലാണ് കേട്ടോ. സോ ഇത് ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ മാറി. സർവീസ് സെൻറ്ററിൽ നിന്നുള്ളൊരു പക്ക ബിഹേവിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ മെയിൻ മെക്കാനിക്ക് രാജേഷ് SK എന്ന് പറയുന്ന പുള്ളിയാണ് നമുക്ക് നമ്മുടെ ഡൊമിനോറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ആ പുള്ളി തന്നെയാണ് നമുക്ക് ഹാൻഡിൽ മാറി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഇപ്പം സർവീസ് സെൻറ്ററിൽ നിന്ന് മാറിയതുകൊണ്ട് തന്നെ RCBയുടെ ഗ്രിപ്പ് അതൊരു ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ്. പക്ഷേ അത് അവരവിടെ നിന്ന് മാറി തന്നു. അത് അവർ പറയുന്നത് വെച്ചാൽ അത് നമുക്ക് വാറൻറ്റി കട്ടാവുക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ചെറിയ സാധനങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഡൊമിനോറിൻ്റെ തന്നെ ഇറങ്ങുന്നില്ല, RSൻ്റെതോ NSൻ്റെതോ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഏതായാലും ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ വൈസർ നമ്മൾ മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വലിയ ഷോർട്ട് വൈസറൊക്കെ ആണെങ്കിൽ ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു ഷോർട്ട് വൈസർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മെയിനായിട്ട് എൻജിൻ ഓയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എന്തായാലും പിന്നോട്ട് വീഡിയോ ചെയ്യാം. അപ്പം നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കണ്ട പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ടോട്ടൽ ഞാൻ എൻ്റെ വണ്ടിയിൽ 6 ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്കിൽ 2 പ്രാവശ്യം മാറി, ഫ്രണ്ടിലൊന്നും ഇതുവരെ മാറിയില്ല. ബാക്കിൽ 2 വെച്ച് 4 പ്രാവശ്യം ഇൻഡിക്കേറ്റർ മാറി കേട്ടോ. 4 ഇൻഡിക്കേറ്റർ മാറി, 2 വെച്ച് മാറിയത്. എന്തായാലും നമുക്ക് അതും കൂടെ മാറാൻ ടൈമായി, നമ്മൾ മാറും. നമ്മുടെ ഹാൻഡിൽ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കെട്ടി നല്ല സ്ട്രോങ് ആയിട്ടാണ് വെച്ചിട്ടുണ്ട്. അതോടെ സെറ്റാണ് കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന ടൈസ് മാറ്റാം. സോ ഗൈസ്, ഇത്രയും ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് ഷോറൂമിൽ ആയ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷോറൂമിൽ തന്ന ബില്ല് കേട്ടോ. നമുക്ക് എന്തായാലും കയ്യിൽ വെച്ചിരിക്കണം. എല്ലാ ബില്ലൊക്കെ ചോദിച്ച് വാങ്ങണതാണ് കേട്ടോ. ഞാൻ എപ്പോഴും 236 രൂപയാണ് നമുക്കായിട്ടുള്ള കേട്ടോ. പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നടക്കണം, ലേബറിലല്ല പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നടക്കണം. 236 രൂപയാണ് നമുക്ക് ടോട്ടലായിട്ടുള്ള കോസ്റ്റ്. സോ ഗൈസ്, നിങ്ങൾക്കും എന്തുപോലെ എന്തെങ്കിലും എക്സസറീസ് ഒക്കെ മാറാനായിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പുറത്ത് ചെന്ന് വളരെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിങ് ഒക്കെ മാറി നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എനിക്കിവിടെ പുറത്ത് കൊടുത്താൽ ഏകദേശം 200 രൂപ അവർ വാങ്ങും. ഇതൊരു 36 രൂപ കൂടുതലായിട്ടുള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നു കേട്ടോ 200 രൂപ വാങ്ങുമെന്ന്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെൽ ഐക്കൺ എനേബിൾ. എനിക്ക് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവറാക്കുക കേട്ടോ. സോ ഗൈസ്, നമ്മുടെ വരും വീഡിയോസും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാം കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു കാണാം. അതിലേക്ക് ബൈ.